നമ്മുടെ ശരീരത്തിലെ ഒരു നിശബ്ദ കൊലയാളിയെക്കുറിച്ച് അറിയുമോ? ഇന്ന് കാണപ്പെടുന്ന പല രോഗങ്ങൾക്കും പ്രധാന കാരണം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈ ബ്ലഡ് പ്രഷറാണ്. അതെ, ബ്ലഡ് പ്രഷർ അഥവാ രക്താതിസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാണ്. ഈ സൈലന്റ് കില്ലറിനെ നാം തീർച്ചയായും പേടിക്കണം, കൃത്യമായി ചികിത്സിക്കുകയും വേണം. ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ട് ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ വരെ ഉണ്ടാവാം. എന്നിരുന്നാലും ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഹൈ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് ഒരു സൈലന്റ് കില്ലർ ആവുന്നത്? ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം ധമനി ഭിത്തിക്ക് പ്രതികൂലമായി രക്തത്തിൻ്റെ ശക്തി വളരെ കൂടുതലാകുന്ന അവസ്ഥയാണ്. രക്തം പമ്പ് ചെയ്യാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്നതിനാൽ ഇത് ധമനികൾ കട്ടിയാകുന്നതിന് കാരണമാകുന്നു. ഇത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും വൃക്കയടക്കമുള്ള ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹൈ ബ്ലഡ് പ്രഷർ ബാധിച്ച 5-ൽ 4 പേർക്കും സാധാരണയായി രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടില്ല. സ്ട്രോക്ക് പോലുള്ള ഗുരുതര കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകുന്നതുവരെ അവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്ന് തിരിച്ചറിയുക പോലും ഉണ്ടാവില്ല. ഉദാഹരണമായി പറഞ്ഞാൽ 50 അല്ലെങ്കിൽ 60 വയസ്സ് പ്രായമുള്ള ഒരാളുടെ ബ്ലഡ് പ്രഷർ 180, 100 എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന് മറ്റു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളുകളായി അദ്ദേഹത്തിൻ്റെ BP 180, 100 ആയിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് ഹൃദയത്തിൻ്റെ പമ്പിങ് കുറഞ്ഞ് ശ്വാസതടസ്സം നേരിടുന്നു അല്ലെങ്കിൽ ഹൃദയാഘാതം വരുന്നു. അപ്പോഴായിരിക്കും രക്തസമ്മർദ്ദം എത്രത്തോളം അപകടകാരിയായിരുന്നുവെന്ന് മനസ്സിലാവുക. അതിനാലാണ് സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പേരിൽ മാത്രമേ രക്താതിസമ്മർദ്ദത്തിൻ്റെ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ. എന്നിരുന്നാലും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായ ചില കോംപ്ലിക്കേഷനുകൾ ഇവയാണ്. കടുത്ത തലവേദന. നിങ്ങൾക്ക് രക്താതിസമ്മർദ്ദം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ ഇരുവശത്തും റിക്കറൻ്റായി കടുത്ത തലവേദന അനുഭവപ്പെടാം. ശാരീരിക പ്രവർത്തനങ്ങൾ പലപ്പോഴും വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയപേശികൾക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലഭിക്കാതെ വരുമ്പോൾ ഹൃദയം വളരെ വേഗത്തിൽ പമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതുമൂലം നെഞ്ചുവേദന അനുഭവപ്പെടാം. ശ്വസനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നടക്കുന്നതും പടികൾ കയറുന്നതും പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാം. ആശയക്കുഴപ്പം. രക്തധമനികളുടെ സങ്കോചം മൂലം ബ്ലഡ് പ്രഷർ ഉണ്ടാകാം. രക്തത്തിന് തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമായ രക്തം കൊണ്ടുപോകാൻ കഴിയാതെ വരികയും അത് മസ്തിഷ്ക കോശങ്ങളെ തകരാറിലാക്കുകയും ചെയ്യുന്നു. ഇത് സംസാരിക്കുന്നതിലും സാധാരണ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. മൂത്രമൊഴിക്കുമ്പോൾ രക്തം കാണുക. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ചെറിയ രക്തക്കുഴലുകൾ വിണ്ടുകീറുന്നതിനും മൂത്രത്തിനൊപ്പം രക്തം വരുവാനും കാരണമാകുന്നു. യൂറിൻ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ്, അതുമല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലായിരിക്കും കാണപ്പെടുക. കാഴ്ചയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. 1നെ 2 കാണുക, കണ്ണ് മഞ്ഞളിക്കുക. രക്തസമ്മർദ്ദം കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ചികിത്സയേക്കാളും ഏറ്റവും നല്ലത് പ്രതിരോധമാണ്. രക്താതിസമ്മർദ്ദത്തിൻ്റെ അപകടത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഏറ്റവും നല്ല സുരക്ഷാ മാർഗം നിങ്ങളുടെ രക്തസമ്മർദ്ദം സ്ഥിരമായി പരിശോധിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ രക്തസമ്മർദ്ദം പരിശോധിക്കുക. നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. രക്തസമ്മർദ്ദം നോർമൽ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ആവശ്യമായ മരുന്നുകൾ കഴിക്കുക. ചികിത്സിക്കാത്ത രക്താതിസമ്മർദ്ദം ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്ക തകരാറുകൾ തുടങ്ങിയ സങ്കീർണതകൾക്ക് കാരണമാകും.